KPCC നേതൃമാറ്റത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ ഉലഞ്ഞു കോൺഗ്രസ്. പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നത് വൈകില്ലെങ്കിലും കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് കെ സുധാകരന്റെ പരസ്യ പ്രതികരണമാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായുള്ള KC വേണുഗോപാലിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുതിർന്ന നേതാവ് AK ആന്റണിയെ കെ സുധാകരൻ വീട്ടിലെത്തി കണ്ടു. KPCC നേതൃമാറ്റ ചർച്ച സജീവമായിരിക്കെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പല വഴികൾ തേടി കെ സുധാകരൻ. താൻ മാറില്ലെന്ന പരസ്യ പ്രതികരണത്തിന് പിന്നാലെ ഇന്ന് മുതിർന്ന നേതാവ് AK ആന്റണിയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. തന്നെ അപമാനിക്കുന്നുവെന്ന പരാതിയാണ് ആന്റണിക്ക് മുന്നിൽ സുധാകരൻ പങ്കുവച്ചത്. വിഷമിക്കേണ്ടതില്ലെന്ന് ആന്റണി സുധാകരനെ സമാധാനിപ്പിച്ചു. സംസാരിച്ച വിഷയങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരന്റെ പ്രതികരണം. സംസാരിക്കാണ്ടിരിക്കുമോ? സംസാരിച്ച് എന്താണെന്നൊന്നും നിങ്ങളൊക്കെ പറയുന്നില്ല. നമ്മുടെ നാട്ടു വർത്താനെല്ലാം പറയാറുണ്ട്, എല്ലാ കാലത്തും പറയാറുണ്ട്, അത് ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതേസമയം പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതൃത്വം തള്ളുന്നില്ല. ഉടൻ പ്രഖ്യാപനമില്ലെങ്കിലും നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റേത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് താ. നേതൃത്വം തീരുമാനിക്കട്ടെ എന്നായിരുന്നു ഇപ്പോഴത്തെ ചർച്ചകളിൽ ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം. ഈ വിഷയം നേതൃത്വത്തിൻ്റെ കയ്യിലാണ്. പലവരുടെയും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനം അവർക്കാണ് എടുക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതേസമയം ആലുവയ്ക്ക് പിന്നാലെ പാലക്കാടും സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം.